എല്ലാവർക്കും കാണാം കേൾക്കാം എല്ലാം ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓൾ സെറ്റ്, ലെറ്റ്സ് ഗോ ഫോർവേഡ് വിത്ത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. അത് ചോദ്യത ഗിവ് അപ്പ് ദ ത്രോൺ. എന്താ ടു ഗിവ് അപ്പ് ദ ത്രോൺ എന്ന് പറഞ്ഞാൽ? ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ്. ബിക്വീത്ത്, അസേർബ്, കൺസൈൻ, അബ്ഡിക്കേറ്റ്. എന്താണ് ടു ഗിവ് അപ്പ് ദ ത്രോൺ എന്ന് പറഞ്ഞാൽ? ഗിവ് അപ്പ് ദ ത്രോൺ. ഗിവ് അപ്പ് കേട്ടിട്ടുണ്ടാവും. ഗിവ് അപ്പ് വിട്ടു കൊടുക്കാന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാം. എന്താണ് ഗിവ് അപ്പ് ദ ത്രോൺ? പറയാമോ? ആൻസർ പറയാമോ? ഈ വാക്കുകളൊക്കെ തന്നെ ഒരു ഇതുള്ള വാക്കുകളായിട്ട് തോന്നുന്നുണ്ടോ? ഇച്ചിരി എന്താ പറയാ, സ്ട്രോങ് വേർഡ് അല്ലെങ്കിൽ ഈ സിനിമംസ് ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ചുകൂടെ ഒരു ഹാർഡ് വേർഡായിട്ട് തോന്നുന്നുണ്ട് ഈ വാക്കുകളൊക്കെ. ബിക്വീത്ത്, അസേർബ്, കൺസൈൻ, അബ്ഡിക്കേറ്റ് ഒക്കെ. ഓക്കെ, നമുക്ക് ആദ്യം ബിക്വീത്ത് എന്താ നോക്കാവേ. ബിക്വീത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? ബിക്വീത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രോപ്പർട്ടി, എസ്പെഷ്യലി പ്രോപ്പർട്ടി ലീവ് ചെയ്യണം ഒരാൾക്ക്. ലീവ് സംബഡി എ പ്രോപ്പർട്ടി, മെയിനായിട്ട് അവർക്ക് നമ്മൾ പ്രോപ്പർട്ടി ലീവ് ചെയ്യാണ് ബൈ വിൽ. വില്ല് എഴുതി വെച്ചിട്ട് അവർക്ക് നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാന്ന് പറയും, ബിക്വീത്ത് ചെയ്യാൻ പറയും. ഇനി അസേർപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? അസേർപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുവാണ്, എന്തെങ്കിലുമൊക്കെ ബൈ ഫോഴ്സ് എടുക്കുകയാണ്. ഒരു പൊസിഷൻ, ആക്ച്വലി പൊസിഷൻ ഓഫ് പവർ ബൈ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പൊസിഷനെ നമ്മൾ കൈയടക്കുന്നതിനെയാണ് അസേർപ്പ് ചെയ്യാന്ന് പറയാം. കൺസൈൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ ഈ നമ്മുടെ മിലിറ്ററി ആൾക്കാരെയൊക്കെ നമ്മൾ കൺസൈൻ ചെയ്യാന്നൊക്കെ നമ്മൾ പറയും. എന്താ പറയാ, ഒരാളെ ഏൽപ്പിക്കുക എന്നൊക്കെ പറയും. സെൻഡ് ചെയ്യുക എന്നൊക്കെ പറയും. കൺസൈൻ അങ്ങനെ അസൈൻ ചെയ്യുക, അതൊക്കെ കൺസൈൻ ചെയ്യുക എന്നുള്ളതിൻ്റെ മീനിങ്ങാണ്. അസൈൻ ചെയ്യുക, ഒരു കാര്യം ഏൽപ്പിക്കുക, ബലമേൽപ്പിക്കുക, അങ്ങനെയൊക്കെ പറയും. അസൈൻ ചെയ്യുക എന്നൊക്കെ പറയും. എന്നാൽ ടു ഗിവ് അപ്പ് ദ ത്രോൺ, വിട്ടുകൊടുക്കുകയാണ്. നമ്മളൊരു കാര്യത്തിനെ എന്താ പറയുക, സ്ഥാനം ഒഴിഞ്ഞ് വിട്ടുകൊടുക്കുന്നത് നമുക്ക് എന്ത് പറയാം? അബ്ഡിക്കേറ്റ് ചെയ്യാന്ന് പറയാം. അബ്ഡിക്കേറ്റ് എസ്പെഷ്യലി ഇതിലുള്ളതാണേ. നമുക്ക് ഈ പറഞ്ഞ രാജാവൊക്കെയാണ്, മൊണാർക്കൊക്കെയാണ് അബ്ഡിക്കേറ്റ് ചെയ്യുക. ത്രോൺ അല്ലേ, അപ്പം മൊണാർക്കാണേ. അബ്ഡിക്കേറ്റ് ചെയ്യുക. അബ്ഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടാന്ന് വെക്കുക. എന്താണ് സ്വന്തമായിട്ട് ഗിവ് അപ്പ് ചെയ്യുമ്പോൾ വേണ്ടാന്ന് വെക്കുക, ഡിസോൺ ചെയ്യുക, അല്ലെങ്കിൽ അതിനെന്താ പറയുക, നമുക്ക് ലീവ് ചെയ്യല്ല, റിസൈൻ ചെയ്യുക എന്നൊക്കെ അർത്ഥം പറയും. ഗിവ് അപ്പ് ദ ത്രോൺ, അതാണ് ടൈഡിയത്തിൻ്റെ മീനിങ്. അടുത്ത് നോക്കാം. ലിലി ലിവേർഡ്. എന്താണ് ലിലി ലിവേർഡ്? ബ്രേവ്, കോമിക്കൽ, ടിമിഡ്, നോട്ടി. എന്താണ് ലിലി ലിവേർഡ് എന്ന് പറഞ്ഞാൽ? ലിലി ലിവേർഡ് ലിലി ലിവേർഡ്. എന്താ അർത്ഥം ലിലി ലിവേർഡിൻ്റെ? ബ്രേവ് ആണോ? ടിമിഡ്, യെസ്. അല്ലെങ്കിൽ കവേർഡ്ലി എന്ന് പറയും അല്ലേ? നമ്മൾ ശരിക്കും ഇതിന് പറയും വീക്ക് ആൻഡ് കവേർഡ്ലി. വളരെ ബലഹീനമായിട്ടുള്ള, വീക്ക് ആൻഡ് കവേർഡ്ലി, ധൈര്യം ഇല്ലാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ്
നമ്മൾ ലിലി ലിവേർഡ് എന്ന് പറയാം കേട്ടോ, വീക്ക് ആൻഡ് കവേർഡ്ലി. അതിൻ്റെ അതേ മീനിങ് വരുന്നത് ടിമിഡ്, പേടിച്ചിട്ട് അല്ലേ. കോമിക്കൽ ഭയങ്കര തമാശ. ബ്രേവ് ധൈര്യം. നോട്ടി കുസൃതിയാണ്. അതൊന്നുമല്ല. വീക്ക് ആൻഡ് കവേർഡ്ലിയുടെ മീനിങ് വരുന്ന ഒരു സാധനമാണ് ടിമിഡ്. ദാറ്റ് ഇസ് ലിലി ലിവേർഡ്. ഓക്കെ, അടുത്ത് നോക്കാം. ക്ലാം അപ്പ്. എന്താ ക്ലാം അപ്പ് എന്ന് പറഞ്ഞാൽ? ടു ബി അപ്സെറ്റ്, ടു ബി ഫ്രസ്ട്രേറ്റഡ്, ടു ബിക്കം സൈലന്റ്, ടു ലൂസ് ടെമ്പർ. എന്താണ് ടു ക്ലാം അപ്പ് എന്ന് പറഞ്ഞാൽ? ടു ക്ലാം അപ്പ്. To clam up. ഇത് കുറച്ചൊരു എളുപ്പമാണ് ഇത് കണ്ടുപിടിക്കാൻ. കുറച്ചുകൂടി കണ്ടുപിടിക്കാൻ എളുപ്പമാണ് വിത്ത് നമ്മുടെ പല സമയത്തും ഇഡിയംസ് വരുമ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ക്ലാം അപ്പ് പറയുന്ന ഒരു ഓപ്പോസിറ്റ് അല്ല, ഇവിടെ മീനിങ് വരുന്ന വാക്കുകളിൽ കണക്ട് ചെയ്ത് നോക്കി. ടു ബി അപ്സെറ്റ്, അപ്സെറ്റ് ആവുക. ഫ്രസ്ട്രേറ്റഡ് ആവുക. ലൂസ് ടെമ്പർ. മൂന്ന് വരെ മീനിങ് അല്ലേ. അപ്സെറ്റ് ആവുന്നത് നമുക്ക് പെട്ടെന്ന് അപ്സെറ്റ് ആവുകയാണ് അല്ലേ, സ്വഭാവത്തിന് അപ്സെറ്റ് ആവുകയാണ്. ഫ്രസ്ട്രേറ്റ് ആകുമ്പോൾ ദേഷ്യം വരിക. ലൂസ് ടെമ്പർ ദേഷ്യം വരിക. അതെല്ലാം സിമിലർ അല്ലേ. ഒരു എണ്ണം മാത്രമേ സിമിലർ അല്ലാത്തുള്ളൂ, ദാറ്റ് ഈസ് ടു ബിക്കം സൈലൻറ്റ്. സോ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ഐഡിയയെ വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ടു ബി സൈലൻറ്റ് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ ദി ആൻസർ ഹിയർ ഇസ് ടു ബിക്കം സൈലൻ്റ് ആണ്. ടു ബിക്കം സൈലൻറ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആൻസർ വരിക കേട്ടോ. ലൂസ് ടെമ്പർ ഓർ ബി ഫ്രസ്ട്രേറ്റഡ്, അപ്സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരേ മീനിങ്ങാണ്. അപ്പോൾ ക്ലാം അപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്രപ്റ്റ്ലി സ്റ്റോപ്പ് ടോക്കിംഗ്. പെട്ടെന്ന് ഇൻഫോർമലായിട്ട് നമ്മൾ പറയുന്ന സാധനമാണ്. പെട്ടെന്ന് അബ്രപ്റ്റായിട്ട് സഡൻലി സ്റ്റോപ്പ് ടോക്കിംഗ്, പെട്ടെന്ന് മിണ്ടാണ്ടാവുകയാണ്. സ്റ്റോപ്പ് ടോക്കിംഗ് അബ്രപ്റ്റ്ലി. മിണ്ടിക്കൊണ്ടിരുന്നാൽ പെട്ടെന്ന് സഡൻലി, ഓൾ ഓഫ് എ സഡൻ, അബ്രപ്റ്റ്ലി അല്ലെങ്കിൽ സഡൻലി മിണ്ടാണ്ടാവുന്നതാണ് നമുക്ക് എന്ത് പറയാം? ക്ലാം അപ്പ് ചെയ്യാന്ന് പറയും. ഓക്കെ, അടുത്ത പോവാം. ബറി ദ ഹാഷ്. ബറി ദ ഹാഷ്. ബറി ദ ഹാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ഡിഗ് എ ഗ്രേവ്, ഹൈഡ് എ ട്രഷർ, ഫൊർഗെറ്റ് പാസ്റ്റ് ക്വാറൽസ്, സോ ദ സീഡ്സ്. ഇത് ഒരുപാട് എക്സാമുകൾക്ക് വന്ന് പഴകിയ ഒരു ഇഡിയമാണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് എനിക്ക് തോന്നുന്നു. ടു ബറി ദ ഹാഷ് എന്താ? പറഞ്ഞോളൂ. എന്താണ് അർത്ഥം? ഫൊർഗെറ്റ് പാസ്റ്റ് ക്വാറൽ, ഓഫ് കോഴ്സ് അല്ലേ. പഴയ വഴക്കൊക്കെ മറക്കുന്നത് തന്നെയാണ് എന്ത് പറയുക? ബറി ദ ഹാഷ് പറയാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ്. ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് കഴിഞ്ഞ വർഷമാണോ കഴിഞ്ഞ ഈ ഒരു 6 monthsനുള്ളിലാണോ എന്ന് എനിക്കറിയില്ല. ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. A private end to serve, the fail to arouse interest, to have no result, to work for both sides. എന്താ to have an axe to grind? To have an axe to grind ഏതാ മീനിങ്?
To have an axe to grind. Yeah. A private end to serve അല്ലെ, എന്തോ ഒരു സ്വന്തമായിട്ട് അതിൽ എന്തൊരു കാര്യം ചെയ്യുന്നത്, അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉള്ളതുകൊണ്ടല്ലേ, കാര്യസാധനത്തിന് വേണ്ടി സ്വന്തം ഒരു നമുക്ക് എന്തോ ഒരു ഗുണം ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. അതിനാണ് ടു ഹാവ് an axe to grind അല്ലെ. ഐ ഡോണ്ട് ഹാവ് an axe to grind in this business. എനിക്ക് ഈ ബിസിനസ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണം അല്ലെ, ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ടൊന്നും കിട്ടാനൊന്നുമില്ല. അപ്പോൾ ആ പ്രൈവറ്റ് ആയിട്ട് എന്തെങ്കിലും നമ്മൾ അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ടു ഹാവ് an axe to grind എന്ന് പറയാം. ടു ഫെയിൽ ടു അറൗസ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിപ്പിക്കാത്തത്, റിസൾട്ട് ഒന്നും ഇല്ലാത്ത ഫ്യൂട്ടൈൽ ആയിട്ടുള്ള സാധനം എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനമാണ്. ടു വർക്ക് ഫോർ ബോത്ത് സൈഡ്സ്, രണ്ട് ഇത് നിൽക്കുന്നത് എന്ന് പറയുന്ന സാധനമാണ്. സോ ടു ഹാവ് an axe to grind means a private end to serve. ഓക്കെ, അടുത്ത് നോക്കാം. ടു ഡ്രൈവ് ഹോം. എന്താണ് ടു ഡ്രൈവ് ഹോം? ഫൈൻഡ് one's roots, return to place of rest, back to original position, to emphasize. What is to drive home? എന്താണ് to drive home എന്ന് പറഞ്ഞാൽ? To drive home, അതെ, അത് തന്നെ, ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് അല്ലേ, നമുക്ക് അവിടെ എന്തൊരു നേട്ടമുണ്ട്, ദാറ്റ് ഈസ് പ്രൈവറ്റ് ആൻഡ് ടു സെർവ്. ഇനി എന്താണ് ടു ഡ്രൈവ് ഹോം എന്ന് പറഞ്ഞാൽ? ടു ഡ്രൈവ് ഹോം എന്താ? യെസ്, ടു എംഫസൈസ്. ഒരു കാര്യത്തിന്, ഒരു പ്രത്യേക ഒരു കാര്യത്തിൽ നമ്മൾ സ്ട്രെസ് ചെയ്യാണ് അല്ലേ, അതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ടു സ്പെസിഫൈ ഓർ ടു സ്റ്റേറ്റ് സംതിങ് വെരി ക്ലിയർലി, ടു സ്ട്രെസ് എ പോയിന്റ്. ഒരു പോയിന്റിന് നമ്മൾ സ്ട്രെസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഊന്നൽ കൊടുക്കുക എന്ന് പറയും. ദാറ്റ് ഈസ് ടു ഡ്രൈവ് ഹോം. ഓട്ടോ, ദാറ്റ് ഈസ് ഡ്രൈവ് ഹോം. അടുത്തത് ആൽഫബറ്റ് സൂപ്പ്. എന്താ ആൽഫബറ്റ് സൂപ്പ് എന്ന് പറഞ്ഞാൽ? എ ബ്യൂട്ടിഫുൾ പോം, a text which nourishes your soul, a book that is close to your heart, a confusing or confused mixture of things. Alphabet soup എന്ന് പറഞ്ഞാൽ എന്താണ്? A beautiful poem, a text which nourishes your soul, a book that is close to your heart, a confusing or confused mixture of things. എന്താണ് alphabet soup എന്ന് പറഞ്ഞാൽ? Alphabet soup പറഞ്ഞോ. കിട്ടിയോ? നമ്മൾ യൂഷ്വലി ഇത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചതാണ്. ആൽഫബറ്റ് സൂപ്പ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇനിഷ്യൽസ് ഒക്കെ ഉള്ളൊരു കൺഫ്യൂസ് മിക്സ്ചർ ഓഫ് തിങ്സ്.
എസ്പെഷ്യലി അബ്രിവിയേഷൻസും അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഇനീഷ്യൽസ്, ഒരു സ്റ്റാർട്ടിങ് ലെറ്റേഴ്സ് ഇനീഷ്യൽസ് ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു കൺഫ്യൂസ് മിക്സ്ചർ ഓഫ് വേർഡ്സിനെയോ തിങ്സിനോ ഒക്കെയാണ് നമ്മൾ എന്താ പറയുക ആൽഫബറ്റ് സൂപ്പ് എന്ന് പറയുക. ആ കൺഫ്യൂസിങ് ഓർ കൺഫ്യൂസ് മിക്സ്ചർ ഓഫ് തിങ്സിനെയാണ് ആൽഫബറ്റ് സൂപ്പ് എന്ന് പറയുക. ദാറ്റ് ഈസ് എ ബ്രിട്ടീഷ് ഇഡിയം. ഓക്കെ, അടുത്ത് നോക്കാം. ഹോൾഡ് എ ബ്രീഫ്. വാട്ട് ഡു യു മീൻ ബൈ ഹോൾഡ് എ ബ്രീഫ്? ടു ഡിഫെൻഡ് someone, ടു ഓപ്പൺ എ സീക്രട്ട്, ഇൻ എ മൂഡ്, ഇൻ എ ഡിലമ. എന്താണ് ഹോൾഡ് എ ബ്രീഫ് എന്ന് പറഞ്ഞാൽ? To defend someone, to open a secret, in a mood, in a dilemma. Hold a brief. Hold a brief. യെസ്. ഓപ്പൺ എ സീക്രട്ട് ആണോ പറഞ്ഞേക്കണേ? അല്ല കേട്ടോ. ഹോൾഡ് എ ബ്രീഫ് എന്ന് പറഞ്ഞാൽ ടു ഡിഫെൻഡ് സമ്മൺ കേട്ടോ രൂപേഷ്. ടു ഡിഫെൻഡ് സമ്മൺ, ഒരാളെ നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക ഹോൾഡ് എ ബ്രീഫ് എന്ന് പറയും. ഓക്കെ, സോ മൂവിങ് ഓൺ. അടുത്ത് നോക്കാം. ഇൻ ദ സെയിം ബ്രെത്ത്. ഇൻ ദ സെയിം ബ്രെത്ത്. ഏബിൾ ടു ഗെറ്റ് എ ഫൗൾ സ്മെൽ. സേ ടു കോൺട്രഡിക്ടറി തിങ്സ് അറ്റ് ദ സെയിം ടൈം. ട്രൈ ആൻഡ് ഹോൾഡ് യുവർ ബ്രെത്ത്. പ്രാക്ടീസ് ബ്രീതിങ് എക്സസൈസസ്. എന്താണ് ഇൻ ദ സെയിം ബ്രെത്ത് എന്ന് പറയുന്നത്? ഇൻ ദ സെയിം ബ്രെത്ത്. കിട്ടിയോ? ഓക്കെ. സേ ടു കോൺട്രഡിക്ടറി തിങ്സ് അറ്റ് ദ സെയിം ടൈം അല്ലേ? അല്ലാതെ എല്ലാം എന്താ പറയുക ബ്രെത്ത് ഫോൾ സ്മെല്ല് കിട്ടുന്നതാണോ, അല്ലെങ്കിൽ ബ്രെത്ത് ഹോൾഡ് ചെയ്യാന്നാണോ ബ്രീത്തിങ് എക്സസൈസ്? ബ്രീത്തുമായിട്ടൊരു ബന്ധമില്ല ഇത് അല്ലേ? ഇറ്റ് ഇസ് കോണ്ടെക്സ്റ്റുവൽ മീനിങ് ആണ് അല്ലേ? സേ ടു കോൺട്രഡിക്ടറി തിങ്സ്, രണ്ടും കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ സെയിം ടൈമിൽ പറയുന്നതിനെയാണ് നമ്മൾ ഇൻ ദ സെയിം ബ്രെത്ത് എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ്. അടുത്ത് നോക്കാം. ബി ഹാർഡ് അപ്പ്. വാട്ട് ഡു യു മീൻ ബൈ ബി ഹാർഡ് അപ്പ്? Have difficulty in climbing stairs, unable to calculate, have very little money, find it very difficult to wake up early. What is be hard up? എന്താ be hard up എന്ന് പറഞ്ഞാൽ? നോക്കി പറഞ്ഞു. What is be hard up? Okay.
യെസ്, ഹാവ് വെരി ലിറ്റിൽ മണി അല്ലേ, ടൈറ്റ് ആണ്, അതിനെയാണ് നമ്മൾ എന്താ പറയുക, ബി ഹാർഡ് അപ്പ് എന്ന് പറയാം. ദാറ്റ്സ് ഇറ്റ്. അടുത്ത് നോക്കാം. ബാക്ക് സ്റ്റേഴ്സ് ഇൻഫ്ലുവൻസ്. വാട്ട് ഇസ് ബാക്ക് സ്റ്റേഴ്സ് ഇൻഫ്ലുവൻസ്? ബൈ ഫെയർ മീൻസ് point of no influence, by unfair means a second opinion of a second option of influence. എന്താണ് ബാക്ക് സ്റ്റെയർ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ? Look at that. Okay. ഒരു കാര്യം ഞാൻ വിട്ടുപോയേ, ഒന്ന് ചെയ്തോട്ടെ. ഒറ്റ വാക്കാണ് കേട്ടോ, ബാക്ക് സ്റ്റേഴ്സ് ഒറ്റ വാക്കാണ്, അത് ഗ്യാപ്പ് വന്നുപോയി, അപ്പോൾ നിങ്ങൾക്ക് കണക്റ്റ് ആവണ്ട. ബാക്ക് സ്റ്റേഴ്സ് ഇൻഫ്ലുവൻസ് ഒറ്റ വാക്കാട്ടോ, അതാണ് ഞാൻ നോക്കിയത്. ഒറ്റ വാക്കായി. ബാക്ക് സ്റ്റേഴ്സ് ഇൻഫ്ലുവൻസ് മീൻസ് ബൈ അൺഫെയർ മീൻസ്. താഴേക്കൂടെ ബാക്ക് സ്റ്റേഴ്സ് എപ്പോഴും നേരായ വഴിയല്ല അല്ലേ. ബാക്ക് സ്റ്റേഴ്സ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ നേരായ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് അല്ല, ഇറ്റ് ഇസ് ബൈ അൺഫെയർ മീൻസ് കേട്ടോ. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ബാക്ക് സ്റ്റേഴ്സ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. നമ്മൾ അണ്ടർ ഹാൻഡ് ഡീലിങ്സ് എന്നൊക്കെ പറയുന്ന പോലെയാണ് കേട്ടോ. ബൈ അൺഫെയർ മീൻസ്, അതിന് അണ്ടർ ഹാൻഡ് ഡീലിങ്സ് ഇപ്പോഴും അൺഫെയർ ആണ്. സിമിലർലി ബാക്ക് സ്റ്റെയർ ഇൻഫ്ലുവൻസ് ഇസ് സിമിലർ ടു ദാറ്റ്. നമ്മളതിനെ ലിറ്ററലി പറയുന്ന വെച്ചാൽ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, യു ആർ ഗെറ്റിംഗ് ഇൻഫ്ലുവൻസ് ഓർ നമ്മുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് സീക്രട്ടായിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ അറിയാവുന്നവരുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചോ അൺഫെയർ മീൻസിലൂടെ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നതാണ് നമ്മൾ പറയും. അതിൻ്റെ അതേ മീനിങ് വരുന്ന ഒരു ഇതാണ് അണ്ടർ ഹാൻഡ് ഡീലിങ്സോ, അങ്ങനെയാണ് അതിൻ്റെ മീനിങ്. അണ്ടർ ഹാൻഡ് സംതിങ് ലൈക്ക് ദാറ്റ്, നോക്കട്ടെ. അണ്ടർ ഹാൻഡ് അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു. യെസ്, സിമിലർലി അണ്ടർ ഹാൻഡ് എന്ന ഐഡിയത്തിൻ്റെ പേര്, ദാറ്റ്സ് ഐഡിയം അണ്ടർ ഹാൻഡ്. സിമിലർ മീനിങ് വരുന്ന ഐഡിയമാണ് അണ്ടർ ഹാൻഡ്. സംതിങ് ദാറ്റ് യു ഡു by unfair means to gain advantage in underhand എന്ന് പറയും. യെസ്, അടുത്ത് നോക്കിയാൽ ഓൺ ടെൻഡർഹുഡ്. ഇൻ സസ്പെൻസ്, ഇൻ ഹാപ്പിനെസ്, ഇൻ ട്രബിൾ, ഇൻ ലവ്. എന്താണ് ഓൺ ടെൻഡർഹുക്സ് എന്ന് പറഞ്ഞാൽ? ഓൺ ടെൻഡർഹുക്സ്. ഓൺ ടെൻഡർഹുക്സ് എന്താ? നേരത്തെ ചോദിച്ചിട്ടുള്ള ഇഡിയമാണ്, എനിക്ക് തോന്നുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഇസ്, എന്താ ഓൺ ടെൻഡർഹുക്സ് എന്ന് പറഞ്ഞാൽ?
പറയും നമ്മൾ വെയിറ്റിംഗ് നെർവസ്ലി ഫോർ സംതിങ് ടു ഹാപ്പൻ. വെയിറ്റിംഗ് നെർവസ്ലി ഫോർ സംതിങ് ടു ഹാപ്പൻ, അതാണ് ഓൺ ടെൻഡർ ഹുക്സ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അതേ അർത്ഥം വരുന്ന ഹാപ്പിനെസ് അല്ല, വെയിറ്റിംഗ് നെർവസ്ലി ഫോർ സംതിങ് ടു ഹാപ്പൻ. ഇൻ ട്രബിൾ, ഇൻ ലവ് അല്ല, ഇൻ സസ്പെൻസ് അല്ലെ. സസ്പെൻസോടെ നമ്മൾ കാത്തിരിക്കുകയാണ് ഒരു കാര്യം അല്ലെ. ഇറ്റ് ക്യാൻ ബി നെർവസ് ഓർ എക്സൈറ്റ്മെന്റ് ആകാം അല്ലെ. നമുക്ക് അറിയത്തില്ല അല്ലെ, എന്താ നടക്കാൻ പോകുന്ന അറിയില്ല, വരാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റി സസ്പെൻസോടെ കാത്തിരിക്കുന്നതിനെ നമുക്ക് എന്ത് പറയാം, ഓൺ ടെൻഡർ ഹുക്സ് അല്ലെങ്കിൽ വെയിറ്റിംഗ് നെർവസ്ലി, ഇതൊക്കെ പറയാം. സിമിലർ സാധനമാണേ. ഓക്കെ, കണക്റ്റഡ് ആവുന്നുണ്ടല്ലോ അല്ലെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഐ ഹോപ്പ് clear. അടുത്ത്, to explore every avenue. What do you mean by to explore every avenue? To search all streets, to scout the wilderness, to find adventure, to try every opportunity. To explore every avenue. To search all streets, to scout the wilderness, to find adventure, to try every opportunity. എന്താ? To explore every avenue means എല്ലാ മാർഗവും ട്രൈ ചെയ്യുന്നതിന്, എല്ലാ ഓപ്പർച്യൂണിറ്റിയും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാ ഓപ്പർച്യൂണിറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് വാട്ട് ടു എക്സ്പ്ലോർ എവറി അവന്യൂ. ഇടിയമാണ് കേട്ടോ, അല്ല നേരെ പോയി നമ്മൾ എല്ലാ സ്ട്രീറ്റും, അവന്യൂ എന്നൊക്കെ പറഞ്ഞാൽ സ്ട്രീറ്റിനകത്തുണ്ട്, പക്ഷെ എല്ലാ അവന്യൂവും എക്സ്പ്ലോർ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ഓപ്പർച്യൂണിറ്റിയും ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഓരോ അവസരങ്ങൾ, ടു ട്രൈ എവറി ചാൻസ് പോസിബിൾ, ടു ട്രൈ എവറി ഓപ്പർച്യൂണിറ്റി, പോസിബിലിറ്റിയെ ട്രൈ ചെയ്ത് നോക്കുക. എവറി പോസിബിലിറ്റി, എവറി ഓപ്പർച്യൂണിറ്റി, എവറി ചാൻസ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നതിനാണ് ടു എക്സ്പ്ലോർ എവറി അവന്യൂ പറയാം. ഓക്കെ, ഓർത്തോണേ. അടുത്ത്, knuckle sandwich. What do you mean by knuckle sandwich? A cheerful person, a dish which is tasteless, a delicious sandwich, a punch in the mouth. എന്താണ് knuckle sandwich? What do you mean by knuckle sandwich? ആലോചിച്ച് നോക്കൂ. Knuckle sandwich. ഈ ഇഡിയം വന്നത് ശരിക്കും നമുക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റും ഈ ഇഡിയം ആയിട്ട്. മലയാളികൾക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഡിയമാണ് knuckle sandwich. What do you mean by knuckle sandwich? ഓഫ് കോഴ്സ് അല്ലേ, അവൻ്റെ മോൻ നോക്കി അവന് കൊടുക്കാൻ തോന്നാറുണ്ട് എനിക്ക് അല്ലേ. ഐ വുഡ് ഓൾവേസ് സംടൈംസ് ഐ ഫീൽ ലൈക്ക് ഗിവിങ് യു എ നക്കിൾ സാൻഡ്വിച്ച്. നിന്റെ മുഖത്ത് നോക്കി അവന് തരാൻ തോന്നുന്നുണ്ട് എനിക്കല്ലേ. മുഖം നോക്കിയല്ലേ, നിന്റെ നിന്റെ മുഖം നോക്കി അവൻ തരാൻ തോന്നില്ല, നിന്റെ വായി നോക്കിയിട്ട് അവൻ തരാൻ തോന്നുന്നത് പറയില്ലേ. പണ്ടൊക്കെ നമ്മൾ പറയില്ല അങ്ങനെ ഒരു കാര്യം. ദാറ്റ്സ് an idiom. ആ ഇഡിയമാണ് നക്കിൾ സാൻഡ്വിച്ച്. ഓക്കെ, a punch in the mouth. ഓക്കെ, അടുത്ത, carry matters with a high hand. Carry matters with a high hand. To help someone completely, to deal with someone strictly, to weaken the power, to lose control over oneself. എന്താണ് carry matters with a high hand? Carry matters with a high hand. To help someone completely, to deal with someone strictly, to weaken the power, to lose control over oneself. ഏതാ?
To carry matters with a high hand. എന്താണ്? Okay. ഹൈ ഹാൻഡോടെ നമ്മളൊരു കാര്യത്തിൽ ഹൈ ഹാൻഡോടെ കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടൊരു കാര്യത്തിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് കുറച്ചുകൂടെ ഡൊമിനിയറിങ് വേയിൽ കുറച്ചുകൂടെ അപ്പർ ഹാൻഡ് ഉണ്ടാവും. ഒരു കാര്യത്തിൽ നമുക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ടാവുക. അതായത് വളരെ ഓവർ ബെയറിംഗ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കാര്യത്തിൽ നമ്മൾ കാണുന്നതാണ്. അതായത് നമ്മൾ പറയില്ല, എന്താ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാൻ, വളരെ ഡൊമിനിയറിങ് മാനറിൽ പറയാം കേട്ടോ. അതായത് എന്താ കുറച്ചുകൂടെ ഇതായിട്ട് പറയാം, that means to, okay, I'll give you the idea. ചോദിച്ചിട്ടുള്ള നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഇത് വെച്ച് പറഞ്ഞുതരാം. ഓക്കെ, in a domineering manner. Domineering manner. ഒരു കാര്യത്തിൽ നമ്മൾ ഡൊമിനിയറിങ് മാനറിൽ, ഡൊമിനിയർ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ വളരെ ഡിക്റ്ററ്റോറിയൽ ആയിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്ത് തന്നെയാണ് നമുക്ക് ക്യാരി മാറ്റേഴ്സ് ഇൻ എ ഹൈ ഹാൻഡ് എന്ന് പറയാം. അങ്ങനെ ഓർത്താൽ കേട്ടോ. അപ്പോൾ ഇത് ഏതൊരു വേർഡ് വന്നാലും ഡൊമിനിയറിങ്ങോ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിക്റ്ററ്റോറിയലോ അതോറിറ്റേറിയനോ അങ്ങനെ ഏതെങ്കിലും ഒരു വാക്ക് വന്നാലും സെയിം ആണെന്ന് ഓർത്തു. ഹൈ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഓർത്തോണം ഇച്ചിലൂടെ മുന്തിയ ആളെ പോലെ സ്ട്രിക്റ്റ് ആയിട്ട് എന്നുള്ള രീതിയിൽ. അടുത്ത നെയിം വിൽ ബി മഡ്. ഗുഡ് അപ്രിസിയേഷൻ, made celebrity, bad reputation, got reward or award. Name will be mud. എന്താ അർത്ഥം? Good appreciation, made celebrity, bad reputation, got award. പറയാവോ? നെയിം വിൽ ബി മഡ് അല്ലേ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലോജിക്കലി ആലോചിക്കാം. ബാഡ് റെപ്യൂട്ടേഷൻ അല്ലേ, അല്ലെങ്കിൽ someone's reputation will be severely damaged അല്ലേ. റെപ്യൂട്ടേഷൻ, പേര് റെപ്യൂട്ടേഷൻ ഓർ ഗുഡ് വിൽ. റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഗുഡ് വിൽ, ഗുഡ് വിൽ ഒറ്റ വാക്കാണേ. will be severely damaged. അതിനെയാണ് നെയിം വിൽ ബി മഡ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കാം. ഗോ ഡച്ച്. എന്താണ് ഗോ ഡച്ച്? ഡിവൈഡ് ദ കോഴ്സ്, പേ ഫോർ ഈച്ച് അതേഴ്സ് മീൽസ്, go together, drive together. എന്താണ് go Dutch? Go Dutch.
Mhm. Okay. ഡിവൈഡ് ദ കോഴ്സ്. നമ്മൾ കോഴ്സിനെ ഡിവൈഡ് ചെയ്യാണ്, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ദി കോസ്റ്റ്. കോഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യാന്ന് പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് പറയും നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഷെയർ എക്സ്പെൻസസ് ഈക്വലായിട്ട് എക്സ്പെൻസിന് ഈച്ച് അതറിൻ്റെ മീൽ നമ്മൾ, എസ്പെഷ്യലി നമ്മളൊരു ഫുഡ് കഴിക്കുന്ന ഹോട്ടലിൽ പോകുമ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെയാട്ടോ ഇത് പറയുന്നത്. ഗോ ഡച്ച് എന്ന് പറയുന്നത് ഒരു ഇൻഫോർമൽ യൂസേജാണ്. ഓരോരുത്തരും മറ്റവരുടെ മീലിന് പേ ചെയ്യുന്നതല്ല, അവരവരുടെ കാര്യത്തിന് എക്സ്പെൻസസ് എടുക്കുക, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗോ ഡച്ച്. ദാറ്റ്സ് ഇറ്റ്, ഡിവൈഡ് ദ കോസ്റ്റ്. ഓക്കെ. അടുത്ത ഹാങ്ങിങ് ഫയർ. വാട്ട് യു മീൻ ബൈ ഹാങ്ങിങ് ഫയർ? ഡിലേ ഇൻ മേക്കിംഗ് എ ഡിസിഷൻ, ഹോട്ട്ലി ഡിബേറ്റഡ്, ഇൻ ഡേഞ്ചർ, ഇഗ്നോർഡ്. എന്താണ് ഹാങ്ങിങ് ഫയർ എന്ന് പറഞ്ഞാൽ? ഹാങ്ങിങ് ഫയർ. ഇൻ ഡേഞ്ചർ ആണോ ഹാങ്ങിങ് ഫയർ? അല്ല, ഹാങ്ങിങ് ഫയർ മീൻസ് ഡിലേ ഇൻ മേക്കിംഗ് എ ഡിസിഷൻ. ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിൽ നമ്മൾ പയ്യാക്കുകയാണ്, താമസിപ്പിക്കുകയാണ്. ഒരു പ്രൊസീജിയറിനെ നമ്മൾ ഇച്ചിരി കൂടെ താമസിപ്പിക്കുന്നതിനൊക്കെ എന്ത് പറയും, ഹാങ്ങിങ് ഫയർ എന്ന് പറയും. എസ്പെഷ്യലി ഡിസിഷൻ മേക്കിങ്ങിന് വളരെ സ്ലോ ആയിട്ട് ഡിലേ ചെയ്യുന്നതിന് ഹാങ്ങിങ് ഫയർ എന്ന് പറയും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത് നോക്കാം, ബെൽ ദ കാറ്റ്. വാട്ട് യു മീൻ ബൈ ടു ബെൽ ദ കാറ്റ്? ബെൽ ദ കാറ്റ് എന്താ? ബെൽ ദ കാറ്റ്. Bell the cat.
Bell the cat. കിട്ടിയോ? Bell the cat എന്ന് പറഞ്ഞാൽ take on a dangerous task. Take on a dangerous task. വളരെ ഡേഞ്ചറസ് ആയ റിസ്കി ആയിട്ടുള്ള ഒരു ടാസ്ക് ഏറ്റെടുക്കുന്നതിനെയാണ് ടേക്ക് ഓൺ ചെയ്യുക, എൻഗേജ് ചെയ്യുക. എൻഗേജ് ഇൻ എ ഡേഞ്ചറസ് ടാസ്ക് അല്ലെങ്കിൽ ടേക്ക് ഓൺ എ ഡേഞ്ചറസ് ടാസ്ക്, അതാണ് ടു ബെൽ ദ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അതേ മീനിങ് വരെ വേറൊരു സാധനമാണ് ടു ഫേസ് ദ റിസ്ക്. അല്ലേ, നമ്മളൊരു കാര്യത്തിന് ഫേസ് ചെയ്യുക, റിസ്ക് ഫേസ് ചെയ്യുക, അതിന് റെഡി ആണെങ്കിൽ ആ കാര്യം എടുക്കാൻ ഡേഞ്ചറസ് ടാസ്കിനെ ഫേസ് ചെയ്യാൻ റെഡി, എൻകൗണ്ടർ ചെയ്യാൻ റെഡി ആണെങ്കിൽ ദാറ്റ് മീൻസ് ടു ബെൽ ദ ക്യാറ്റ്. അതിൻ്റെ ഇഡിയമാണ് ടു ബെൽ ദ ക്യാറ്റ്. ഓക്കെ ആണേ അടുത്തോട്ട് പോകാം. Said a mouthful. What do you mean by said a mouthful? Lengthy remark, angry remark, abusive remark, precise remark. Said a mouthful. എന്താണ് said a mouthful എന്ന് പറഞ്ഞാൽ? അത് തന്നെ, പൂച്ചയ്ക്ക് അരമണി കിട്ടും. അത് തന്നെ, പൂച്ചയ്ക്ക് മണി കിട്ടൽ അത്ര എളുപ്പമുള്ള പരിപാടിയാണോ? അല്ല. ഇത് ഡേഞ്ചറസ് ടാസ്ക് ഏറ്റെടുക്കുക എന്ന് പറയുന്നതിന്. അത് തന്നെ, സെയിം കേട്ടോ. അപ്പോൾ സെഡ് എ മൗത്ത് ഫുൾ പറയൂ. മലയാളത്തിലുള്ള ഇഡിയംസ് തന്നെ കേട്ടോ, ഒരുപാട് ഇംഗ്ലീഷിലുള്ള ഇഡിയംസ് ഒക്കെ മലയാളത്തിലും ഉണ്ട് കേട്ടോ. നമുക്ക് സിമിലർ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. എന്താണ് സെഡ് എ മൗത്ത് ഫുൾ? ഇനി നോക്കി പറയാം. ഒരു 10-25 ഇഡിയംസ് ഇന്ന് നോക്കാം എന്തായാലും, അതിനുള്ള സമയമുണ്ട് നമുക്ക്. ട്വൻറ്റിയത്ത് ആണ് സെഡ് എ മൗത്ത് ഫുൾ. 20th ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 5 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ, അപ്പോഴേക്കും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. സെഡ് എ മൗത്ത് ഫുൾ പറഞ്ഞോളൂ. 20ാമത്തെ ചോദ്യമാണ്. സെഡ് എ മൗത്ത് ഫുൾ മീൻസ് പ്രിസൈസ് റിമാർക്ക്. വളരെ അല്ലേ, കുറുക്കൊത്ത് പറയാന്നൊക്കെ നമ്മൾ പറയും. ദാറ്റ് ഇസ് സെഡ് എ മൗത്ത് ഫുൾ മീൻസ് കുറുക്കൊത്ത്, കറക്റ്റായിട്ട്, പ്രിസൈസ് ആയിട്ടുള്ള, എക്സാക്റ്റ് ആയിട്ടുള്ള റിമാർക്ക്. എന്താണ് കറക്റ്റ് ടൈമിൽ പറയേണ്ടത് അങ്ങ് പറയാം. ദാറ്റ് ഇസ് സെഡ് എ മൗത്ത് ഫുൾ. അല്ലേ, അക്ഷരാർത്ഥത്തിൽ എന്ത് വേണോ അതപ്പം പറയുന്നതിനാണ് സെഡ് എ മൗത്ത് ഫുൾ എന്ന് പറയും. ദാറ്റ് ഇസ് സെഡ് എ മൗത്ത് ഫുൾ. മറക്കണ്ട കേട്ടോ, ദാറ്റ് സെഡ് എ മൗത്ത് ഫുൾ. അടുത്ത് നോക്കാവേ. ഓക്കെ, അതാണ് സെഡ് എ മൗത്ത് ഫുൾ. ഇനി a gala day. A gala day. Gala day എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? A rainy day, a day of festivity, a day of brief, a relevant day. A gala day. പറയാം. Gala day. Of course. Gala day എന്ന് പറഞ്ഞാൽ a day of festivity, a day of celebration. A day of festivity, a day of celebration, അല്ലെങ്കിൽ a day of merry making. അതിനൊക്കെയാണ് ഗാല ഡേ എന്ന് പറയുന്നത്. ഇനി എന്താണ് റെലവൻറ്റ് ഡേ അല്ലെങ്കിൽ അൺഇമ്പോർട്ടൻറ്റ് ഡേ, എ സ്പെഷ്യൽ ഡേ? റെലവൻറ്റ് ഡേ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേ, അല്ലെങ്കിൽ മെമ്മറബിൾ,
and an important day. ഇങ്ങനെയുള്ള ദിവസത്തിൽ നമ്മൾ എന്ത് പറയും? അങ്ങനെ ഒരു ഇടിയുണ്ട് അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ മെമ്മറബിൾ ആയിട്ടുള്ള, വളരെ relevant ആയിട്ടുള്ള ഡേ, എ സ്പെഷ്യൽ ഡേ, എ മെമ്മറബിൾ ഡേ, എ റെലവൻറ്റ് ഡേ, an important, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡേ. എന്ത് പറയും അതിന്? അത് നമ്മൾ കൊടുക്കുന്ന ഇടിയമാണ് റെഡ് ലെറ്റർ ഡേ. റെഡ് ലെറ്റർ ഡേ. റെഡ് ലെറ്റർ ഡേ. ഈ റെഡ് ലെറ്റർ ഡേ ആണ് നമ്മൾ പറയുന്ന വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഡേ, അല്ലെങ്കിൽ എ സ്പെഷ്യൽ ഡേ, റെലവൻറ്റ് ഡേ എന്നൊക്കെ പറയുന്ന ദിവസത്തിന് നമ്മൾ പറയും റെഡ് ലെറ്റർ ഡേ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാല ഡേ പറയുമ്പോൾ നമ്മൾ വേറൊരു ഇടിയും കൂടെ ഓർത്തിരിക്കാം. ദാറ്റ് ഈസ് റെഡ് ലെറ്റർ ഡേ. യെസ്, ഓക്കെ, രണ്ടും ഓർത്തിരുത്തോളൂ. അടുത്തോട്ട് പോവാം. നെക്സ്റ്റ് വൺ, cold feet. Unwell, hesitant, afraid, excited. What is cold feet? Cold feet. Second, cold feet. കോൾഡ് ഫീറ്റ് ആയെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കോൾഡ് ഫീറ്റ് ആയി എന്താ അർത്ഥം? കോൾഡ് ഫീറ്റ്. ഗെറ്റ് കോൾഡ് ഫീറ്റ് എന്ന് കൊടുക്കാം. അതായിരിക്കും കുറച്ചുകൂടെ. ഗെറ്റ് അല്ലെങ്കിൽ ഹാവ് കോൾഡ് ഫീറ്റ്. ഗെറ്റ് അല്ലെങ്കിൽ ഹാവ് കോൾഡ് ഫീറ്റ് എന്ന് കൊടുക്കാം, കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഗെറ്റ് അല്ലെങ്കിൽ ഹാവ് കോൾഡ് ഫീറ്റ്. എന്താ അതിൻ്റെ അർത്ഥം? ബി അൺവെൽ, ബി ഹെസിറ്റന്റ്, ബി അഫ്രൈഡ്, എക്സൈറ്റഡ് എന്ന് കൊടുക്കാം. ഗ്രാമാറ്റിക്കലി ഇങ്ങനെ കൊടുത്താലേ കുറച്ചുകൂടെ ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അഫ്രൈഡ്. യെസ്, ഇറ്റ് ഈസ് അഫ്രൈഡ്. അഫ്രൈഡ് ആവുക, പേടിക്കുക, അതിനെയാണ് നമ്മൾ കോൾഡ് ഫീറ്റ് ആവുക. അല്ലെങ്കിൽ നമ്മൾ അതിന് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം suddenly become frightened. എന്തുകൊണ്ടാണ് നമ്മൾ ഫ്രൈറ്റൻഡ് ആവുന്നത്? നമുക്ക് ചിന്തിക്കുകയാണോ, അയ്യോ നമ്മൾ ഫെയിൽ ആവുമെന്നൊരു പേടി വരും, തെറ്റിയാലോ അല്ലെങ്കിൽ തോറ്റാലോ എന്ന് പേടി കാരണം നമ്മൾ ഫ്രൈറ്റൻഡ് ആവുന്നതാണ് കോൾഡ് ഫീറ്റ് ആവുന്നത്. അങ്ങനെയല്ല, സഡൻലി ബിക്കം ഫ്രൈറ്റൻഡ്, അതോടെ ഓൾറെഡി ബി അഫ്രൈഡ് കൊടുത്തിട്ടുണ്ട്, അത് കൊടുക്കുന്നില്ല. വേറൊരു വേർഡ് പറഞ്ഞുതരാം. ലൂസ് കറേജ്. lose courage to do something. Yeah, lose courage to do something. കാരണം we feel that we are going to fail. ആ ഫീൽ വരുമ്പോൾ you lose courage to do something. അങ്ങനെ വരുന്ന ആ ഒരു to lose courage to do something, പേടിക്കുക, പേടിച്ചിട്ട് നമ്മുടെ എന്താ പറയുക, നമ്മൾ ആകെപ്പാടെ നെർവസ് ആവുന്ന ഒരു അവസ്ഥയിൽ, ബി അഫ്രൈഡ് ആൻഡ് ബി നെർവസ്, ആ അവസ്ഥയ്ക്കാണ് നമ്മൾ എന്താ പറയുക കോൾഡ് ഫീറ്റ് ആവുക എന്ന് പറയും കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് നെർവസ് ആവാണ്, അല്ലെങ്കിൽ നമ്മൾ വളരെ ടെൻസ്ഡ് ആവാണ്, നമ്മൾ അഫ്രൈഡ് ആവാണ്, യു ലൂസ് കൺട്രോൾ ടു ഡു സംതിങ്. അതിന് ടു ഹാവ് കോൾഡ് ഫീറ്റ് അല്ലെങ്കിൽ ടു ഗെറ്റ് കോൾഡ് ഫീറ്റ് എന്ന് പറയും. ഓക്കെ, നോക്കിച്ചോണം. അടുത്ത ഡക്ട് വാട്ടർ. എന്താണ് ഡക്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ? ലൈക്ക് ടോക്കിംഗ്, taking the duck to water, like bursting out suddenly, like dropping the duck in the water, like easily and naturally speaking. എന്താണ് duck to water എന്ന് പറഞ്ഞാൽ? ഇടിയമാണ് duck to water. duck to water.
യെസ്, സ്പീക്കിംഗ് എന്ന് കൊടുക്കാൻ പറ്റില്ല, ഏത് കാര്യമാണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ ലൈക്ക് ഡക്ക് ടു വാട്ടർ, ഡക്കിന് വെള്ളം എന്ന് പറഞ്ഞാൽ അത്ര ഫെമിലിയർ അത് ഫെമിലിയർ ഗ്രൗണ്ട്സ് ആണ് ലൈക്ക് ദാറ്റ്. അതുപോലെ എങ്ങനെയാണോ ഒരു ഡക്കിനെ വെള്ളത്തിൽ കൊണ്ടിട്ട് അത് നീന്തി കളിച്ച് അതിനോട് നാച്ചുറൽ ടെൻഡൻസി ഉള്ളത്, അതുപോലെ നാച്ചുറൽ എബിലിറ്റി ടു ഡു സംതിങ്, വളരെ ഈസിലി ആയിട്ട് നാച്ചുറൽ ആയിട്ടൊരു കാര്യം ചെയ്യാനുള്ള നമ്മുടെ ഒരു എബിലിറ്റിക്കാണ് എന്ത് പറയാം, ഡക്ക് ടു വാട്ടർ എന്ന് പറയാം. ലൈക്ക് ഈസിലി ആൻഡ് നാച്ചുറലി ഡൂയിങ് സംതിങ് കേട്ടോ. വെൻ യു സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് യു ഫീൽ ദാറ്റ് ഐ ഹാവ് എ നാച്ചുറൽ എബിലിറ്റി ടു ഡു ദാറ്റ്, അല്ലേ, എനിക്കൊരു ഇന്നേറ്റ് എബിലിറ്റി ടു ഡു ദാറ്റ് എന്ന് നമുക്ക് ഫീൽ ചെയ്യണം. ഇഫ് യു ഡു സംതിങ് ആൻഡ് യു ഫീൽ ദാറ്റ് യു ഹാവ് എൻ ഇന്നേറ്റ് എബിലിറ്റി ടു ഡു സംതിങ്, അങ്ങനെ ഒരു ഫീലിംഗ്, അതിനാണ് ഡക്ക് ടു വാട്ടർ എന്ന് പറയാം. അടുത്ത് നോക്കാം, ബീഫ് അപ്പ്. എന്താണ് ബീഫ് അപ്പ്? To beef up. What do you mean by to beef up? നോക്കാം, to beef up. ഇത് 24ാമത്തെ ചോദ്യം. ഒരു ചോദ്യം കൂടെ കഴിഞ്ഞ് നമ്മുടെ നമുക്ക് എൻഡ് ചെയ്യാം കേട്ടോ. To beef up. Make something stronger, to have fun, to go crazy, none of the above. ഇതൊന്നുമല്ല. ഇതാണ് to make something stronger, to have fun, to go crazy. PSCയുടെ ഒക്കെ ഓപ്ഷൻസിൽ none of the above ഒക്കെ വരാറുണ്ട്. ചിലപ്പോൾ ഇത് മൂന്നും ആയിരിക്കില്ല, ഒന്നും അല്ലാത്ത ഓപ്ഷൻസ് ഒക്കെ വരും. അപ്പം അങ്ങനെ വരുമ്പോൾ none of the above കൊടുക്കുക. കാരണം അതിൻ്റെ കറക്റ്റ് ആൻസർ ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ none of the above ആയിരിക്കും കേട്ടോ ആൻസർ. അപ്പം അങ്ങനെ നോക്കി വേണം ആൻസർ പറയാം. To beef up. പറഞ്ഞു. Yes, to beef up means to make something stronger. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, beef up എന്ന് പറയാം. To make something stronger, അതിനാണ് to beef up. Of course it is. And the final question, 25th question, ഇതാണ് odds and ends. എന്താണ് odds and ends? Very strange, often mistaken, interesting endings, various items of different types and of little value. എന്താണ് odds and ends? Odds and ends എന്താണ്? ആ, ഇത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്ത, വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത, ഓഫ് ലിറ്റിൽ വാല്യൂ, അതായത് നോ വാല്യൂ, പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇല്ലാത്ത, വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത വേരിയസ് ഐറ്റംസ്, അല്ലേ. നമ്മൾ മിസലേനിയസ് ഐറ്റംസ്, പല ഐറ്റംസ് ഉണ്ടാവേ, ഇങ്ങനെ മിസലേനിയസ് ആണ്. ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് മിസലൻ്റ് ഐറ്റംസ്. ഇത് എന്തു ആകാവേ, വിത്ത് no importance or value. പ്രത്യേകിച്ച് വാല്യൂയോ ഇമ്പോർട്ടൻസോ ഇല്ലാത്ത കുറച്ച് വളരെ ഡിഫറെൻ്റ് ഉള്ള കുറേ ഐറ്റംസ്, അതിനാണ് ഓഡ്സ് ആൻഡ് എൻഡ്സ് എന്ന് പറയും. ദാറ്റ് ഈസ് ഓഡ്സ് ആൻഡ് എൻഡ്സ്. ഓക്കെ, മിസ്ലേനിയസ് ഐറ്റംസ് വിത്ത് ലിറ്റിൽ വാല്യൂ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഐറ്റംസ് ഫ്രം ഡിഫറെൻറ്റ് കാറ്റഗറീസ്, ഒരുപാട് കാറ്റഗറീസിലുള്ള ഡിഫറെൻറ്റ് ഐറ്റംസ് ഒക്കെയാണ്. പക്ഷേ പ്രത്യേകിച്ച് അതിനുകൊണ്ട് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, അതിന് ഇതിന് വാല്യൂ ഇല്ല. അതിനെയാണ് നമ്മളെന്ത് വിളിക്കാം, ഓഡ്സ് ആൻഡ് എൻഡ്സ് പറയാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സെറ്റാണേ? അപ്പോൾ ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. ഓക്കെ, സോ അൺടിൽ ദെൻ എല്ലാവർക്കും ബൈ, ഹാവ് എ വണ്ടർഫുൾ വീക്കെൻഡ്. ഉഷാറായിട്ടിരിക്കുക. ഓക്കെ, സീ യു ദെൻ, ബൈ.